ബിഗ് ബോസ് സീസൺ 6-ൽ അസീറോക്കി പുറത്തായി എന്നുള്ള വാർത്തകൾ വരുന്നതിന് പിന്നാലെ യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നു. സഹമത്സരാർത്ഥി സിജോയെ ഇടിച്ചുവെന്നുള്ള തരത്തിലാണ് പ്രമോ പുറത്തു വന്നിരിക്കുന്നത്. ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയും പിന്നീട് അത് രൂക്ഷമായ വെല്ലുവിളിയിലേക്കും കയ്യാങ്കളിയിലേക്കും മാറുകയായിരുന്നുവെന്നതാണ് വ്യക്തമാകുന്നത്. മാത്രമല്ല, സിജോയുടെ മുഖത്തിന് നേരെ റോക്കി കയ്യാഞ്ഞ് വീശുന്നതും പുതിയ പ്രമോയിൽ കാണാം. കഴിഞ്ഞ 2 ദിവസമായി ഇരുവരും തമ്മിൽ പഴയ സമരത്തിൻ്റെയും ക്യാപ്റ്റൻസി ടാസ്കിൻ്റെയും പേരിൽ ഉരസലുകളുണ്ട്. അത് രൂക്ഷമായതാകാം കയ്യാങ്കളിയിൽ കലാശിച്ചത്. സഹമത്സരാർത്ഥിയെ കയ്യേറ്റം ചെയ്താൽ സ്പോട്ട് എവിക്ഷൻ എന്നതാണ് ബിഗ് ബോസിൻ്റെ രീതി. അത്തരത്തിലായിരിക്കണം റോക്കിയെയും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്. രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഹൗസിലെ ഒട്ടുമിക്ക ആളുകളെയും വെല്ലുവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞു റോക്കി. ഏറ്റവും കൂടുതൽ തവണ റോക്കി ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത് ജാസ്മിനെയും ഗബ്രിയെയുമാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ജാസ്മിനോടും ഗബ്രിയോടുമുള്ള കലിമൂത്ത് റോക്കി ഹൗസിലെ ഒരു പ്രോപ്പർട്ടി ഇടിച്ച് നശിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ പേരിൽ റോക്കിയെ ബിഗ് ബോസ് ശിക്ഷിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ചൂടൊന്ന് മാറും മുമ്പാണ് റോക്കിയുടെ ഫിസിക്കൽ അസോൾട്ട് വിഷയം ഉണ്ടായത്. മാത്രമല്ല, ഹൗസിലെ പ്രോപ്പർട്ടി ഇടിച്ച് നശിപ്പിച്ചതിൻ്റെ വിഷയം ലാലേട്ടൻ റോക്കിയോട് ചോദിക്കുകയും ചെയ്തിരുന്നു. ഒരുത്തനെ ഇടിക്കുമെന്ന് പറഞ്ഞാൽ ഇടിക്കണം, അല്ലാതെ അവിടെ പോയി പേടിപ്പിച്ചിട്ട് തിരിച്ചു വരുന്നതിൽ എന്താണ് കാര്യമുള്ളത്? ഞാനാണെങ്കിൽ ചെയ്യുമെന്നാണ് ലാലേട്ടൻ റോക്കിയോട് പറഞ്ഞത്. എന്നാൽ അത് കളിയാക്കി പറഞ്ഞതാണെന്ന് മനസ്സിലാക്കാതെ മാസാണെന്ന് തെറ്റിദ്ധരിച്ച റോക്കി പുറത്തായിരുന്നുവെങ്കിൽ ഇടിച്ചേനെ, ഇവിടെ ആയതുകൊണ്ടാണെന്ന് പറയുകയും ചെയ്തിരുന്നു. റോക്കി സിജോയെ ഇടിച്ചതിന് മത്സരത്തിൽ നിന്നും പുറത്തായി എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ മുതൽ ഈ വീഡിയോ ആണ് വൈറലാകുന്നത്. ലാലേട്ടൻ പൊട്ടിക്കാൻ പറഞ്ഞു. റോക്കി പിറ്റേ ദിവസം തന്നെ കയറി അങ്ങ് പൊട്ടിച്ചു എന്നാണ് ബിഗ് ബോസ് ആരാധകരും പറയുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക. സീസൺ 6-ലെ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്നും പറയുക. വീഡിയോ ലൈക്ക്, ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.